പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുക, ബെഡ് വെറ്റിംഗ്. ഇതിന് നല്ല ഒരു ഖുർആൻ ചികിത്സയാണെന്ന് ഞാൻ പറയുന്നത്. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പൊതുവെ നമ്മൾ ഈ കുട്ടികളെ രാത്രി മഗ്‌രിബിൻ്റെ ശേഷം വെള്ളം കുറക്കുക, അതുപോലെ വെള്ളത്തിൻ്റെ അംശമുള്ള ഫ്രൂട്ട്സുകൾ, പച്ചക്കറികൾ നമ്മൾ കുറക്കുക. പകല് നന്നായി ഇവർക്ക് വെള്ളം കൊടുക്കുക. അതുപോലെ ഇവർക്ക് ബ്ലാഡർ ട്രെയിനിങ് കൊടുക്കുക. അതായത് മൂത്രം പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ ഇവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ ഇവർക്ക് മനക്കരുത്ത്, നല്ല മനഃശക്തി പകരുക. എനിക്ക് ഉറക്കത്തിൽ മൂത്രം പിടിക്കാതിരിക്കാൻ കഴിയും, അതിന് സാധിക്കും, ഇനി ഏതെങ്കിലും ദിവസത്തിൽ മൂത്രം ഒഴിച്ചില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ പൊതുവെ ചെയ്യാറുള്ള ഒരു മാർഗങ്ങളാണ്. അതുപോലെ ഏത് സമയത്താണോ ഈ കുട്ടി സാധാരണ അതിൽ മൂത്രമൊഴിക്കുക, ആ സമയത്ത് കുട്ടിയെ ഉണർത്തി മൂത്രം ഒഴിപ്പിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ കുട്ടിയെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കുക. ഏറ്റവും നല്ല പരിഹാരം, ഒരു പേപ്പറിൽ ഞാൻ പറയുന്ന ആയത്തുകൾ, ദിക്റുകൾ എഴുതി സ്റ്റിക്കർ ഒട്ടിച്ച് കുട്ടിക്ക് ധരിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടിയെ നേരിട്ട് മന്ത്രിക്കുക. ഇതാണ് ആയത്തുകൾ. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. സിബ്ഗത്തുല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ യാ ഹഫീദു യാ ബുദ്ദൂഹ്. ഈ രണ്ട് ദിക്റുകളും കൂടി അതിൽ എഴുതുക. അത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതുക പേപ്പറിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം സാദ് ത്വാഹ. അതുപോലെ ത്വാസീൻ. അത് കഴിഞ്ഞാൽ ത്വാസീൻ മീം. ഇത് കഴിഞ്ഞാൽ സൂറത്തു മറിയമിലെ ഹുറൂഫുൽ മുഖത്ത എന്നാണ് ഇതിനൊക്കെ പറയുക. ചില സൂറത്തുകളെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്കുകൾ കാഫ് ഹാ യാ ഐൻ സാദ്. അതുപോലെ യാസീൻ വൽ ഖുർആനിൽ ഹകീം. അതുപോലെ ഹാമീം ഐൻ സീൻ ഖാഫ്. അതുപോലെ ഖാഫ് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഈ വാക്കുകൾ, ഈ ഖുർആനിലെ വാക്കുകൾ ഇതേപോലെ എഴുതി കുട്ടിക്ക് ധരിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിയെ നേരിട്ട് മന്ത്രിക്കുക. ഉറക്കത്തിലെ മൂത്രമൊഴിക്കുന്ന ഒരു പ്രയാസം മാറിക്കിട്ടും.